ഹായ്, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഈ റെസിപ്പിക്ക് വേണ്ട എല്ലാ ചേരുവകളും വേറെ ആയിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഉണക്കച്ചെമ്മീൻ ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം. 1 കപ്പ് ഉണക്കച്ചെമ്മീനിന് 2 കപ്പ് തേങ്ങ ചിരവിയത്, അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. ഇത് വളരെ ചെറിയ തീയിൽ ചെറുതായി ഒന്ന് ക്രിസ്പാവുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഉണക്കച്ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയാൽ തന്നെ ഒന്നുകൂടെ ക്രിസ്പാവും. അപ്പോൾ ഈ പരുവത്തിൽ എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി അതേ പാനിലേക്ക് ഒരു 10 ഉണക്കമുളക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇത് അധികം എരിവില്ലാത്ത ഉണക്കമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഉണക്കമുളക് വറുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് വറുത്താൽ നല്ലതാണ്. കാരണം അത് വറുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒന്ന് മാറിക്കിട്ടും. ഒരു വല്ലാത്ത സ്മെല്ലാണല്ലോ അത് വറുക്കുമ്പോൾ. അപ്പോൾ അതൊന്നും മാറിക്കിട്ടാൻ നല്ലതാണ് ഉപ്പ് ചേർത്ത് വറുക്കുന്നത്. അങ്ങനെ ഉണക്കമുളക് റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും ഒരു 4 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുരു കളഞ്ഞത്, ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ പുളിയുടെ അളവ് ഇതിൽ കൂടാൻ പാടില്ല. അത് ചമ്മന്തിപ്പൊടിയിൽ വല്ലാത്തൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഒട്ടും കൂടരുത്, കുറഞ്ഞാലും കൂടാൻ പാടില്ല. ഇതൊക്കെ ചെറിയൊരു തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഏകദേശം ഒരു വറവായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെയുള്ള ചമ്മന്തിപ്പൊടികളിലൊക്കെ ഉപ്പ് എപ്പോഴും കുറച്ച് ചേർക്കുന്നതാവും നല്ലത്. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇടാമല്ലോ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഏകദേശം ആ വറവായിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ല വറവായിട്ടുണ്ട്. ഇനി ഇതും വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചമ്മന്തിപ്പൊടിക്കുള്ള ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള പരുവത്തിൽ പൊടിച്ചെടുക്കാം. ഞാൻ അധികം പൗഡർ ആക്കിയിട്ടില്ല, ഒരു ഇച്ചിരി തരിയായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവാറ്. അങ്ങനെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് കേടുകൂടാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ 1 ടീസ്പൂൺ വെന്ത വെളിച്ചെണ്ണയോ സാദാ വെളിച്ചെണ്ണയോ ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.